مثل النسم مثل الهواء الله يخليها لنا. مثل النسم مثل الهواء الله يخليها لنا. أما الكويت ولا فلا دام عزك في وسط القلب قدرك يا روح وقلب شعبك. نحبك نحبك يا كويت والله نحبك يا كويت. في وسط القلب قدرك يا روح وقلب شعبك. نحبك نحبك يا كويت والله نحبك يا كويت. الحب كله والغلا ونقولها لكل الملا. الحب كله والغلا ونقولها لكل الملا. أما الكويت ولا فلا في وسط القلب قدرك يا روح وقلب شعبك. نحبك نحبك يا كويت. دام عزك في وسط القلب قدرك يا روح وقلب شعبك. نحبك يا كويت والله نحبك يا كويت. في وسط القلب قدرك يا روح وقلب شعبك. نحبك يا كويت والله نحبك يا كويت. دام عزك في وسط القلب قدرك يا روح وقلب شعبك. نحبك نحبك يا كويت. دام عزك في وسط القلب قدرك يا روح وقلب شعبك. نحبك يا كويت والله نحبك يا كويت. مثل النسم مثل الهواء الله يخليها لنا. مثل النسم مثل الهواء الله يخليها لنا. أما الكويت ولا فلا دام عزك في وسط القلب قدرك يا روح وقلب شعبك. نحبك نحبك يا كويت والله نحبك يا كويت. الحب كله والغلا ونقولها لكل الملا. الحب كله والغلا ونقولها لكل الملا. أما الكويت ولا فلا في وسط القلب قدرك يا روح وقلب شعبك. نحبك نحبك يا كويت. دام عزك في وسط القلب قدرك يا روح وقلب شعبك. نحبك يا كويت والله نحبك يا كويت. في وسط القلب قدرك يا روح وقلب شعبك. نحبك يا كويت والله نحبك يا كويت. دام عزك في وسط القلب قدرك يا روح وقلب شعبك. نحبك نحبك يا كويت. دام عزك في وسط القلب قدرك يا روح وقلب شعبك. نحبك يا كويت والله نحبك يا كويت. مثل النسم مثل الهواء الله يخليها لنا. مثل النسم مثل الهواء الله يخليها لنا. أما الكويت ولا فلا دام عزك
في وسط القلب قدرك يا روح وقلب شعبك، نحبك نحبك يا كويت، والله نحبك يا كويت. اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأستاذنا ولأساتذتنا ولأحبابنا. الحب كله والغلا ونقولها لكل الملا، الحب كله والغلا ونقولها لكل الملا، أما الكويت ولا فلا. പറയാനുള്ളതും സംസാരിക്കാനുള്ളതും കാണലും ഒക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് വന്നവരുണ്ട്, ഇതിൽ ജീവിച്ച് വന്നവരുണ്ട്, പല പരിപാടികളും ഒഴിവാക്കി പോകുന്നവരുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ വളരെ സന്തോഷപൂർവ്വം അവരെ സ്വീകരിക്കും. ഇവിടെ ഈ സമയങ്ങളിൽ ഉടപ്പുറപ്പുകളെക്കാൾ കൂടുതൽ ഐക്യത്തോടെയും സ്നേഹത്തോടെയും ഏറ്റവും അധികം കാലം കഴിഞ്ഞുകൂടിയ സഹപ്രവർത്തകരാണ് നമ്മള്. അക്കാലത്തെ ദാരിദ്ര്യകാലം നമുക്കറിയാം. നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകണമെങ്കിൽ, ഒരു കുട്ടിയെ കെട്ടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓട് മേയാൻ, ചോറ് തളിക്കുന്ന കൂരകളിൽ ഓട് മേയാൻ വരെ നമ്മുടെ വിയർപ്പായിരുന്നു ഈ നാട്ടിൽ ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്നത്. അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മുടെ നാട് വളരെയധികം പുരോഗതിയിലേക്ക് പോയി. നമ്മൾ ജീവിച്ച ആ ഗൾഫുകാരും നമ്മുടെ ആ ഒരു സ്നേഹ കാലഘട്ടവും നമ്മളോട് തമ്മിലുള്ള ഇഴയടുപ്പവും ഇന്നത്തെ തലമുറക്ക് തികച്ചും അന്യമാണ്. അവർക്ക് ഒരുപക്ഷെ അതൊരു പരിഹാസമായി തോന്നിയേക്കാം. അത് കാലത്തിന്റെ മാറ്റമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു കെട്ട കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മൾ ഏറെ മുതിർന്നവരാണ്. മുതിർന്നവരെന്ന് പറഞ്ഞിട്ട് നാട്ടുകാരുടെ മേലേക്ക് വന്ന മാതിരി വൃത്തി പ്രാപിച്ചവർ എന്നുള്ളതാണ്. അതായത് എല്ലാ അർത്ഥത്തിലും അഭിവൃദ്ധിപ്പെട്ടവര്, വൃത്തി പ്രാപിച്ചവരെയാണ് വൃദ്ധന്മാർ എന്ന് പറയാറുള്ളത്. അപ്പൊ നമ്മള് ആ ഒരു കാറ്റഗറിയിലേക്ക് വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ മറ്റൊരു വശമാണ്. എന്തായാലും നമ്മുടെ ഈ കുവൈത്ത് കൂട്ടായ്മ നമ്മള് ഒരു കഴിഞ്ഞ 4 വർഷം മുമ്പ് നമ്മൾ തുടങ്ങി. അത് ഇടക്ക് എപ്പോഴെങ്കിലും ഒന്ന് കൂടിച്ചേരുക. ഒരു വർഷത്തെ നമ്മൾ ആഗസ്റ്റ് 15-നാണ് എല്ലാ വർഷവും നമ്മൾ കൂടിച്ചേരാനുള്ളത്. ആദ്യത്തെ വാർഷികം നമ്മുടെ മർഹൂം VP ഹാജിയുടെ വീട്ടിൽ വെച്ചായിരുന്നു. അദ്ദേഹത്തിന്റെ കെയർ ഓഫിലാണ് ആ പ്രദേശങ്ങളിലുള്ള പകുതി മുക്കാലും ആൾക്കാര് കുവൈത്തിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകൻ അവിടെ വെച്ച് നടത്താമെന്ന് പറഞ്ഞ് അദ്ദേഹം സൗജന്യമായിട്ട് അവിടെ നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒത്തുചേരലുകൾ എല്ലാ അർത്ഥത്തിലും ഏറ്റവും ഗുണപ്രദമാണ്. ഒട്ടേറെ ബാങ്ക് ബാലൻസോ ആസ്തികളോ ഉള്ളവരുണ്ടാവാം, ഇല്ലാതിരിക്കുന്നവരുണ്ടാവാം. പക്ഷെ ആരോഗ്യവും പഴയ ആൾക്കാരെയൊക്കെ മറ്റേ സഹവസിക്കുമ്പോഴൊക്കെ നമ്മള് നല്ല ഹോർമോണുകൾ ഉത്പാദിപ്പിക്കും. നമ്മുടെ കുറെ മരുന്ന് പോയത് അത് എന്റെ കൂടെ പോയ കുറച്ച് പേര് ഇപ്പോൾ ഉണ്ട്. ഇല്യാസ് ഉണ്ട്, പിന്നെ യൂസഫ് ഉണ്ട്, പിന്നെ നമ്മുടെ കൂട്ടത്തിൽ വായ്മോട്ടി വന്നിട്ടില്ല. ഇല്യാസ് പോയതാം എന്റെ കൂട്ടത്തിൽ അതുണ്ടായിരുന്ന ഇപ്പൊ ഞാന് ഇല്യാസ് ഇവിടെ പല ഇല്യാസ് ഉള്ളത്. നമ്മള് യൂസഫ് ഓരൊക്കെ പിന്നെ വരുന്നതാണ്. അക്കരെ പറ ഞങ്ങളുടെ അക്കര 4 കരീമുണ്ട്.
1985-ലാണ് കുവൈറ്റിലേക്ക് വന്നിരുന്നത്. അങ്ങനെ 90-ല് യുദ്ധത്തിന്റെ ജസ്റ്റ് 2 ദിവസം മുമ്പാണ് നാട്ടിൽ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രയാസങ്ങളൊന്നും എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവരും പറഞ്ഞു കുറെ ബന്ധുക്കളിൽ കൂടെയൊക്കെ ബുദ്ധിമുട്ടാണ് പോകുന്നത്. പിന്നെ അതിന് ശേഷം ഞാൻ സൗദിയിൽ പോയിട്ടുണ്ട്. 7 വർഷത്തോളം സൗദിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ 2000-ലാണ് സൗദിയിൽ നിന്ന് സൗദിയിൽ പോകുന്നത്. അൽഹംദുലില്ലാഹ് 25 വർഷമായി നാട്ടിൽ തന്നെയാണ്. എന്റെ നാട്ടില് പിന്നെ ഇതിഹാസമൊക്കെ അറിയും. ആജീന്ന് വിളിച്ചിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആജീന്ന് വിളിച്ചിട്ടുണ്ടെന്നത് ഞാൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അങ്ങോട്ട് പറയില്ല. പാടം താപ്പു എന്ന് പറഞ്ഞ ഒരാളിപ്പോ ഇവർക്കൊക്കെ അറിയിക്കാരൻ ചെമ്പാടിയോട് അത് എപ്പോഴും എല്ലാം അങ്ങനെ ഉണ്ടായിപ്പോ പോയി. അപ്പൊ അയാൾ മാത്രം പിന്നെ രണ്ടാമത് ഈ ഇതിലാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് ആരും അങ്ങനെ വിളിക്കലില്ല. ശരി. പിന്നെ പ്രവാസികളുടെ വിശ്രമ ജീവിതം എന്നൊക്കെ ഒരു വിഷയം തന്നിട്ടുണ്ട്. അതായത് ഇനി നമ്മള് സുഖിക്കുക, മനസ്സിന് ധൈര്യം കൊടുക്കുക. അതായത് മനസ്സാണ് നമ്മുടെ എല്ലാം നിയന്ത്രിക്കുന്നത്. കാരണം ഞാൻ 1-2 ഉദാഹരണം വാങ്ങിയിട്ടുണ്ടാക്കാം. ആ കാര്യം എന്താണെന്ന് നമ്മൾ നടത്താതിരിക്കില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഒരു കുടുംബം പോലെ കഴിഞ്ഞ് അങ്ങനെ പിരിഞ്ഞ ആ കൂട്ടരിൽ നിന്ന് ഇന്ന് പല മുഖം കണ്ടില്ല. വലിയ വലിയ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് നമ്മൾ ഇത്തരം യോഗങ്ങളിൽ നിന്നാണ്. ഇനിയിപ്പോ ഞങ്ങളുടെ മനസ്സിന് ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ട്. നമുക്കൊരു ടൂറ് സംഘടിപ്പിക്കണം. പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ടൂറ് നമുക്ക് നമ്മളിന്ന് പിരിയണീന്റെ മുൻപ് ഓരോരുത്തരുടെ അഭിപ്രായം കണ്ട് ഓരോരുത്തരും പറഞ്ഞ് ഉദ്ദേശിച്ച് നമുക്ക് തീരുമാനിക്കണം. അതിന് പിന്നെ എല്ലാവരും അതിൽ പങ്കെടുക്കുമ്പോൾ ഉത്തരവാദിത്തത്തോടു കൂടി എല്ലാവരും പറയുമാണ്. ഇനി പേഴ്സണലായിട്ട് നമുക്ക് പരിചയപ്പെടുത്താനാണുള്ളത്. അല്ലാത്ത റിപ്പോർട്ട് എന്ന് പറയാനൊന്നുമില്ല. കാരണം മനോജാനും അടക്കമൊക്കെ 0-0 പോയിക്കൊണ്ടിരിക്കാം. അപ്പൊ പിന്നെ അതിന് വന്നാതെ കൂടുതൽ റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം കണ്ട മുഖങ്ങളാണ് പലതും. ചിലതൊക്കെ ഓർമ്മയിൽ വരുന്നുണ്ട്. ഇടക്കിടക്ക് കാണാത്തവരുണ്ട്. ചിലരൊക്കെ ഓർമ്മ ഇല്ലാതായിരിക്കണം. എന്തായാലും എല്ലാവരെയും ഇങ്ങനെ കാണാൻ കഴിയുന്നതും സന്തോഷിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് പ്രാവശ്യം കുറെ സ്ത്രീകളും വന്നിട്ടുണ്ട്. നമ്മുടെ സന്തോഷത്തിലും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും അവരെയും കൂടി ഭാഗവാക്കാക്കുക എന്നുള്ള ഈ തീരുമാനം വളരെയധികം സന്തോഷം തരുന്നുണ്ട്. അംസപ്പ ഏതായാലും ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഗൾഫ് ജീവിതത്തെ കുറിച്ചുള്ള അനുഭവങ്ങള് ഒരു തുടക്കം കുറിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടുന്ന് തന്നെ തുടങ്ങാനാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേര് ഷെരീഫ്. ഞാൻ മണ്ണാർക്കാടാണ്. 30 വർഷം, അതായത് 27 വർഷം കുവൈത്തിലും ഒരു 3 വർഷം സൗദി അറേബ്യയിൽ ജോലി ചെയ്തതാണ് എൻ്റെ ചരിത്രം. പിന്നെ ഗൾഫ് ജീവിതത്തിൻ്റെ ചരിത്രം. കുവൈത്ത് എന്ന് പറയുമ്പോൾ പിന്നെ കവിത പറഞ്ഞ മാതിരി തിളക്കണം ചോര നരമ്പുകളിൽ എന്ന് പറയുന്നത് പോലെയാണ് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം. അതാണ് കുവൈത്തിനോടുള്ള എൻ്റെ ബന്ധം. അത്രത്തോളം പിന്നെ അഭിമാനാർഹമായ നേട്ടങ്ങൾ കൈവരിക്കാൻ എനിക്ക് കുവൈത്തിൽ നിന്ന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനൊക്കെ വഴിതെളിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ കാര്യം കൂടി ഒന്ന് പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് ഒരു കുവൈത്ത് കൂട്ടായ്മയാണല്ലോ. ടൊയോട്ട സണ്ണി എന്നറിയപ്പെടുന്ന കുവൈത്തിലുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. ഒരു മാത്യൂസ്, അദ്ദേഹമാണ് ഞങ്ങളെ കുവൈത്തിലേക്ക് കൊണ്ടുപോയ വ്യക്തി. ഏകദേശം 60-62 വർഷം കുവൈത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. അദ്ദേഹം മരിച്ചു. പ്രത്യേകിച്ച് ഇപ്പം പറയാൻ കാരണം എന്താ വെച്ചാൽ അടുത്ത ദിവസം പ്രിയമുള്ള സ്നേഹിതന്മാരെ, സഹോദരന്മാരെ, അതിൽ കൂടുതൽ സഹോദരിമാരെ, നമ്മളെ ഇരിക്കുന്ന വേദി എന്ന് പറഞ്ഞാൽ ഒരിക്കലും എൻ്റെ മുൻ ക്ലാസ്സിലും ശരിക്ക പറഞ്ഞതുപോലെ നടക്കാൻ പറ്റാത്തൊരു വേദിയിലാണ്. എന്നിരുന്നാലും നമ്മൾ ഇത്തരമൊരു സാഹചര്യം ഒരുക്കി തന്ന KTM സാഹിബ്, ഇല്യാസ്, റഷീദർക്കൊക്കെ ആദ്യമായി തന്നെ എൻ്റെ അഭിനന്ദനങ്ങളും സന്തോഷവും അറിയിക്കുകയാണ്. ഗൾഫ് ജീവിതത്തിനെ പറ്റി ഏകദേശം രൂപങ്ങളൊക്കെ ശരിയൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെയാണ് 30 വർഷക്കാലം പ്രവാസിയായി ജീവിച്ചത്. നമുക്ക് പ്രവാസി ജീവിതം എന്ന് പറഞ്ഞാൽ
ഷെരീഫിക്ക പറഞ്ഞ പോലെ തന്നെ 27 ദിവസം കഴിഞ്ഞിട്ട് ഹെറമി ഗുബൈൽ എന്ന് പറഞ്ഞ ഒരു ഫിലിപ്പീൻ അഡ്രസ്സിൽ കത്തുകൾ വന്നിരുന്നു. അതായിരുന്നു അന്നത്തെ അവസ്ഥ. ഇന്നിപ്പോൾ നിങ്ങളോടൊന്നും പറഞ്ഞ നമ്മുടെ സഹോദരിമാരോടൊന്നും പറഞ്ഞ مثل النسم مثل الهواء الله يخليها لنا مثل النسم مثل الهواء الله يخليها لنا أما الكويت ولا فلا دامع عزك في وسط القلب قدرك يا روحي وقلب شعبك نحبك نحبك يا كويت والله نحبك يا كويت نحبك يا كويت والله نحبك يا كويت الحب كله والغلا ونقولها الكل الملال الحب كله والغلا ونقولها الكل الملال أما الكويت ولا فلا مثل النسم مثل الهواء الله يخليها لنا مثل النسم مثل الهواء الله يخليها لنا أما الكويت ولا فلا دامع عزك في وسط القلب قدرك يا روحي وقلب شعبك نحبك نحبك يا كويت والله نحبك يا كويت نحبك يا كويت والله نحبك يا كويت الحب كله 1977 ശേഷം കുവൈത്തിൽ വിസ സജീവമായി ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ നിന്ന് കുവൈത്തിലേക്ക് പോയ പ്രവാസികളുടെ ഒരു കൂട്ടായ്മയാണ് ഈ കുവൈത്ത് കൂട്ടായ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘടന. അതിൻ്റെ 4ാമത് വാർഷികമാണ് ഇന്നിവിടെ മേലാറ്റൂരിൽ വെള്ളിയാർ മാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പിലാണ് ഞാൻ കുവൈത്തിലേക്ക് പോകുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 16 ഒക്ടോബർ 1982 എൻ്റെ ഓർമ്മ. അങ്ങനെ പോലീസ് ഹോട്ടലിലായിരുന്നു ആദ്യം ജോലി ചെയ്തിരുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പില് പിന്നെ പോലീസ് ഹോട്ടൽ തന്നെയായിരുന്നു ആദ്യം ജോലി ചെയ്തിരുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ ഞാൻ 15 വർഷം കുവൈത്തിലുള്ള ആളാണ്. ഞങ്ങളുടെ വീട് മമ്പാടാണ്. പിന്നെ 5 കുട്ടികളാണ്. പിന്നെ മക്കളൊക്കെ ഉന്നത നിലയിലും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ എത്തിയതും ഈ കുവൈത്ത് കൊണ്ട് കിട്ടി തന്നെയാണ്. പിന്നെ ഇനി ഈ സംഗമം ഉണ്ടാകണമെന്നില്ല ആഗ്രഹമാണുള്ളത്. പിന്നെ ടൂർ പ്രോഗ്രാം ഉണ്ടെന്ന് കേട്ട് അതിന് സന്തോഷമൊക്കെ ഉണ്ട്. അടുത്തൊക്കെ ആണെങ്കിൽ
ഞങ്ങൾക്ക് പോകാൻ ആഗ്രഹമുണ്ട്. പിന്നെ അവിടെ തന്നെയാണ്, നാട്ടിൽ തന്നെയാണ്. മകനും മകളോടുണ്ട് കുവൈത്തില്. ഓന് പിന്നെ മാബൂലിയിലാണ് താമസം. ഓനവിടെ എഞ്ചിനീയറായി വർക്ക് ചെയ്യണം, മകളോടും എഞ്ചിനീയറായി വർക്ക് ചെയ്യണം. പിന്നെ വളരെയധികം ആഗ്രഹിച്ചത് ഇതിൽ നന്നായി പങ്കെടുക്കണം എന്നൊക്കെ എൻ്റെ പെണ്ണുങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ സംഗീതവശാൽ ചില കാരണങ്ങൾ ഉൾപ്പെടുത്തി എത്തിപ്പെടാൻ പറ്റിയില്ല. ഉമ്മാക്ക് സുഖമില്ല, ഒരു മാസമായിട്ട് ആസ്പത്രിയിലായിരുന്നു. ഇന്നലെയൊന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊടുത്തത്. ഇന്ന് രാവിലെ നോക്കുമ്പോൾ കുറച്ച് പ്രയാസം കാണിച്ചപ്പോൾ അതൊന്ന് ചുറ്റിപ്പറ്റിയിരുന്നു. പറയാറില്ല, നമ്മുടെ ഈ ഒരുമിച്ച് കൂടലൊക്കെ ഒരു പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട്